ഐഷി ഘോഷ് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് പിന്നാലെ എത്തുകയായിരുന്നു. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ജോൺ ബ്രിട്ടാസ് സംസാരിക്കുകയാണ്. എന്താണ് വിവരങ്ങളെന്ന് ചോദിച്ചാൽ മെമ്പർ ഓഫ് പാർലമെന്റ് നോക്കൂ, ഇത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP നമ്മുടെ AKG ഭവനിൽ ഡൽഹിയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നു, ഉടനെ വരണം എന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ ഓടി വന്നതാണ് ഈ പാർലമെന്റ് നടക്കുന്നതിനിടയെന്ന്. നോക്കുമ്പോൾ 2 പോലീസുകാർ നിൽക്കുന്നു. നേരെ പോലീസുകാരെ യൂണിഫോമൊക്കെ ഇട്ടൊരു പോലീസുകാരൻ്റെ അടുത്ത് എന്ന് ഹിന്ദിയിൽ എന്താ അവിടെ വന്നിരിക്കണം എന്ന് ചോദിക്കുന്നു. യൂണിഫോം കണ്ട പോലീസുകാരനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, ഇംഗ്ലീഷ് മനസ്സിലാവായിട്ടാണോ എന്നറിയില്ല. എന്തോ ഒരു പണിക്ക് വന്നതാണ്. കാരണം ഇപ്പോൾ ഈ CJP സമരമൊക്കെ കഴിഞ്ഞതല്ലേ, ഇതിൻ്റെ കാണിക്കല്ല ആരാണെന്ന് ശരിക്കും അമിത്ഷാ മനസ്സിലാക്കി കാണണം. അത് ഈ AKG ഭവനെ ചുറ്റിപ്പറ്റിയാണോ എന്നൊരു സംശയം ഉണ്ടാവും. മറ്റത് ഈ സംഘടിത വിഭാഗമൊന്നുമല്ലല്ലോ, എവിടുന്നോ കുറെ ഈ ഡിജിറ്റൽ മീഡിയ വഴി ഓടിക്കൂടിയ പാറ്റക്കൂട്ടം. ഒത്തുകൂടിയ പാറ്റക്കൂട്ടത്തിന് വീറും വാശിയും സമരവീര്യവും നൽകി അവിടെ ഇതെല്ലാം സംഘടിപ്പിച്ചതിൻ്റെ ഈ ബ്രെയിന് ഇതിൻ്റെ അകത്തുനിന്നാണോ എന്നൊരു സംശയം നമ്മുടെ അമിത്ഷായ്ക്ക് തോന്നിയിരിക്കുന്നു. അതുകൊണ്ടാണ് പതുക്കെ പോലീസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിൻ്റെ നേതാവായ ഒരു ചുണക്കുട്ടി പെൺകുട്ടി ഉണ്ടല്ലോ, എന്താണ് അവരുടെ പേര്, ഐഷി ഘോഷിയോ, ആ കുട്ടി ഇവിടുന്ന് പൊക്കാൻ പറ്റുമെന്ന് നോക്കാൻ വന്നതാണത്രേ. വിവരം കേട്ട് ഓടി വന്നതാണ് പാർലമെന്റ് നടക്കുന്നതിനിടയിൽ നിന്ന് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP. അങ്ങനെയാണ് പോലീസുകാരനോട് 4 ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിക്കുന്നത്, എന്തിനാ നിങ്ങൾ ഇവിടെ കയറി വന്നതെന്ന്. അദ്ദേഹം ബബ്ബ അടിച്ച് അങ്ങോട്ട് നോക്കുന്നത് കണ്ടു. പിന്നെയുള്ള രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ये देखो, ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे मार्जिन करने के लिए आपको किसने दिया, आपको इतना की कीमत है? मार्जिन तो किया ही नहीं. और क्या, you should ask the permission to come and stand here. What's your good name? Mr. Rajneesh. How could you have this himmat, courage to come and get inside? ना मेरे को बताना है. No, बता दीजिए, जानना पड़ेगा ना. Just tell me what is it. And what is his case about? Tell me, explain to me. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Please listen, tell me. This is NBW against her in case FIR number 21. I know this case. This case has been pending for last several years. She going to present herself in the court on 30th. In the meantime, you want, to create a scene, to give a message to everybody that you will not spare anybody who was part of this Jantar Mantar fight. Sir, date of the... And you are also police? Sir, date of... No, I am asking, you are also part of... You don't have a uniform. I went for... No. I am asking a straight question to you. Please. You are part of the Delhi police? Yes. I should know who you are and where is your badge, where is your uniform. Can you just come like this? Sir, आज You are not answering my question. I am a lawmaker, I am a parliament member. मैं आपको एक्सप्लेन कर रही हूँ. Why? Tell me. आज मेरा हाई कोर्ट मैटर था. Yeah. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, काफी बारिश थी, इसके वजह से मेरी यूनिफॉर्म... അമിത്ഷയുടെ പോലീസിന് ബാഡ്ജ് എന്തിനാ, പേരെന്തിനാ, യൂണിഫോം എന്തിനാ? അതൊന്നും ഉണ്ടായിരുന്നല്ലോ ഈ CJP സമരം നടത്തിയപ്പോ. യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ വന്നിട്ടല്ലേ തലങ്ങും വിലങ്ങും അടിച്ചത്. അതൊന്നും ബ്രിട്ടാസ് കണ്ടില്ലേ? അപ്പോൾ ഒരു പോലീസ് ആക്ഷനൊക്കെ വരുമ്പോൾ യൂണിഫോം വേണമെന്ന് അങ്ങനെ നിർബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് പറയാൻ പറ്റും? അവർ നേരെ ഒരു ഹൈക്കോടതി പോയി നേരിട്ട് വരില്ലേ? ഇവിടെ വന്നിട്ട് ഈ ഐഷി ഘോഷിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. വളരെ സിമ്പിളാണ്. അതിന് പേരെന്തിനാ, യൂണിഫോം എന്തിനാ? അറസ്റ്റ് നടന്നാൽ പോരെ? നിങ്ങൾ ലോ മേക്കറാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്ത് കാര്യം? നിങ്ങൾ എന്ത് പാർട്ടി? അത് അമിത്ഷായുടെ പാർട്ടിയാണ് പാർട്ടി. അപ്പോൾ അവർ നടത്തുന്ന നിയമമാണ് നിയമം. അപ്പോൾ അതനുസരിക്കുക. നിങ്ങൾ പറഞ്ഞാൽ ആളെ കൂടെ വിടുക. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഒന്ന് ചോദിക്കൂ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കേൾക്കട്ടെ. No, please listen to me. Please listen to me. You are a police officer. You must have attended the High Court. Since you are in a police action now, you should be in your uniform. Yes. I would request you to go back. Have your uniform. Okay. Come with your badge. Okay. അയ്യയ്യേ, നാണക്കേടായല്ലോ. ഈ ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ ഒരു പോലീസ് ഓഫീസർ ഒരു അറസ്റ്റിന് വന്നിട്ട് യൂണിഫോം ഇട്ട് വരാൻ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു ദയനീയ സ്ഥിതിയിലേക്ക് നിങ്ങൾ ആകെ നാണം കെടുത്തി കളഞ്ഞല്ലോ നമ്മുടെ അമിത്ഷായുടെ പോലീസുകാർ ഇങ്ങനെയൊക്കെ ഈ നാണം കെട്ട് പോകാവോ? പ്രത്യേകിച്ച് ഈ CPMന്റെ ഒരു MP-യുടെ മുമ്പിലൊക്കെ മഹാ കഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. ആ പോക്ക് കാണുമ്പോൾ ദയനീയമായി തോന്നുന്നു. ഇത് കഷ്ടമായി പോയി. നിങ്ങൾ അപ്പോൾ പൊക്കണ്ടേ എവിടുന്ന്? എന്തായാലും എൻ്റെ ജോൺ ബ്രിട്ടാസ്
പെർഫോമൻസ് സൂപ്പറായിട്ടോ. സുരേഷ് ഗോപി സ്റ്റൈലിൽ നാല് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ പോലീസ് ഓഫീസർ പോകുന്ന ആ കാഴ്ച കണ്ടാൽ സങ്കടം തോന്നും. सर, You please take care also. आप ये No. I am going to be here. ठीक है। No. You please go and wear your uniform now. How do we know that you are part of the police? ഈ യൂണിഫോം ഇല്ലാത്ത അവകാശമില്ലാത്ത ആയുധങ്ങൾ പിള്ളേർക്ക് ഉപയോഗിച്ച് ഇപ്പൊ യൂണിഫോം ഇല്ല. അവർ ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്, മഴ ആയതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്ന് പറയുന്നത്. മഴ ആയതുകൊണ്ട് ഏത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്, നെയിം പ്ലേറ്റും ഇല്ല. നെയിം പ്ലേറ്റ് ഇല്ലാതല്ലേ ആൾക്കാരെ അവര് പിന്നെ ആക്രമിച്ചത് ഡൽഹി പോലീസ്, മറ്റേ കേന്ദ്രസേന. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഔദ്യോഗിക വാഹനത്തിലല്ല എന്നാണ് കരുതുന്നത്. ഔദ്യോഗിക വാഹനം പോലും അല്ല, ഏതോ മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് വന്നത്. ആ സ്വകാര്യ വാഹനത്തിലെത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നോക്കൂ, ജോൺ ബ്രിട്ടാസും ആ മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് ഔദ്യോഗിക പോലീസിന്റെ വാഹനത്തിൽ പോലും അല്ലാതെ ഏതോ ഒരു സ്വകാര്യ വാഹനത്തിൽ വന്ന് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസ് കയറി അതിന്റെ സ്റ്റുഡൻസ് വിങ്ങിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണത്രേ. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ആ ഒരു എന്താ പറയേണ്ട സൗന്ദര്യം പൂത്തുലയുന്ന കാഴ്ച നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം.